കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് സ്ത്രീ മരിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത്. പലയിടത്തും പ്രതിഷേധങ്ങൾ സംഘർഷത്തിലാണ് കലാശിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് പല മെഡിക്കൽ കോളേജുകളിലെയും സമാന അവസ്ഥ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലുമുണ്ട് അപകടകരമായ കെട്ടിടങ്ങൾ. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. പുതിയ ബ്ലോക്കിലെ നിർമ്മാണങ്ങൾക്കെതിരെയും വ്യാപക പരാതികളാണ് ഉയരുന്നത്. മെഡിക്കൽ കോളേജോ ജില്ലാ ആശുപത്രിയോ രണ്ടിൽ ഒന്നിൽ ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള മറ്റൊരു ആതുരാലയം സംസ്ഥാനത്ത് എവിടെയും ഉണ്ടാകില്ല. എന്നും വിവാദങ്ങളുടെ ചുഴിയിലാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ്. ഇതിനകത്തുള്ള പല കെട്ടിടങ്ങളും ശോചനീയാവസ്ഥയെ നേരിടുന്നുണ്ട്. ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗം ഏതു നിമിഷവും അടർന്നു വീഴുന്ന നില. കമ്പികളിൽ അടർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് കട്ടകൾ ആരുടെയെങ്കിലും ദേഹത്ത് വീഴാം. നേരത്തെ സീലിംഗ് തകർന്നു വീണ ജൂനിയർ സൂപ്രണ്ടിനെ പരിക്കേറ്റ അനുഭവം ഇവിടെയുണ്ട്. കൗമാരക്കാരുടെ കൗൺസിലിംഗ് സെന്ററും ഡ്രൈവർമാരുടെ വിശ്രമമുറിയും പഴയ പേവാട് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയും വശങ്ങളിൽ കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്നതിനാൽ അപകട ഭീഷണിയുണ്ട്. മെഡിക്കൽ കോളേജ് വളപ്പിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പഴയ കെട്ടിടത്തിന്റെ നിലയും ശോചനീയമാണ്. ഈ ഗവൺമെന്റ് പണി കഴിപ്പിച്ച OR കേളു ഈ HMCയുടെ ചുമതല ഉൾപ്പെടെ ഏറ്റെടുക്കുമ്പോൾ നിർമ്മാണം കഴിച്ച 4ാം നിലയിൽ ഷവർ പ്രവർത്തിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് 2 വർഷം മാത്രം നിർമ്മാണം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ചില നിലകളിൽ ഷവർ പ്രവർത്തിക്കുന്നു. ചില നിലകളിലൂടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ലിഫ്റ്റിലൂടെ ഒഴുകി വരികയാണ്. സൂപ്രണ്ട് ഓഫീസിൻ്റെ കെട്ടിടം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ സൺസൈഡുകൾ ഓരോന്നായി കമ്പിയിൽ തൂങ്ങിക്കിടക്കുകയാണ്, കോൺക്രീറ്റ് ബീമുകൾ. ആരോഗ്യ മേഖലയുടെ ഏറ്റവും കെട്ട കാലം ഏതെന്ന് ചോദിച്ചാൽ അത് വീണ ജോർജ് നേതൃത്വം കൊടുക്കുന്ന കാലമാണ്. മാനന്തവാടിയിൽ ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കാതെ കണ്ട് ഒരു തരത്തിലുള്ള അപ്ഗ്രഡേഷനും നേതൃത്വം കൊടുക്കാത്ത OR കേളുവിനും ഇത്തരത്തിലുള്ള അനാസ്ഥയ്ക്ക് പിന്നിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. വരും നാളുകളിൽ അത് ഞങ്ങൾ ചോദ്യം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുക. പുതിയ ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം ചോർച്ചയുണ്ടായത്. പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചിറങ്ങുകയായിരുന്നുവെന്ന് ഔദ്യോഗിക വിശദീകരണം. പുതിയ ബ്ലോക്കിലെ നിർമ്മാണങ്ങളെക്കുറിച്ചും പരാതികൾ അനവധിയുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ അളിയൻ ഇവിടുന്ന് ചികിത്സ കിട്ടാതെ മരിച്ചതിനെതിരെ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. അതായത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡിൽ മെഡിക്കൽ കോളേജ് എന്നുള്ളത് കറുത്ത മഷി കൊണ്ട് മാച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുകയും ഞാൻ ജയിലിൽ കിടക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഞാൻ തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങൾ നല്ല ആഴ്ചയിലെങ്കിലും ഒരു തവണ വന്നിട്ട് ഇവിടുത്തെ പൊതുമുതൽ എന്താണ്, ആരൊക്കെയാണ് നശിപ്പിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുതിയ ബിൽഡിങ്ങിലെ ടൈലുകളിലെ ഒന്നിലെയും സിമെൻറ്റിൻ്റെ കറ തുടച്ചിട്ടില്ല. ഇവിടുത്തെ ഒറ്റ ബാത്റൂമിന് ഡോറില്ല. എല്ലാത്തിലും കയറും തുണിയും വെച്ച് കെട്ടിയിട്ടിരിക്കുന്നു. ഇവിടുത്തെ CCTV, ഇവിടെ നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞെങ്കിലും ഈ CCTV മുഴുവൻ 8 കാലി വല കെട്ടിയിട്ടിട്ടുണ്ട്. ക്യാമറേൻ്റെ മുകളിൽ പോലും 8 കാലി വല നിറഞ്ഞു കിടക്കുകയാണ്. ഒന്നല്ല, ഇത് മെഡിക്കൽ കോളേജാണോ വയനാട് ജില്ലാ ആശുപത്രി ആണോ എന്നുള്ളത് ഫുൾ സംശയമുണ്ട്. കാരണം ഇവിടെയുള്ള പല ബോർഡുകളിലും ഇന്നും വയനാട് ജില്ലാ ആശുപത്രിയാണ്, പല സീലും വയനാട് ജില്ലാ ആശുപത്രിയാണ്. അപ്പോൾ എന്നെ മാത്രം കേസെടുക്കുകയും എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ ജയിലിലിടുകയും ചെയ്യുന്ന ഇവിടുത്തെ സിസ്റ്റം അത് തകർന്ന സിസ്റ്റമാണെന്ന് എനിക്കറിയാം. എങ്കിലും ആ സിസ്റ്റം ഇനിയെങ്കിലും നന്നാക്കാൻ ആരാണ് ശ്രമിക്കുക എന്നാണ് അറിയേണ്ടതുള്ളത്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയവ നിർമ്മിക്കാനുള്ള ശുപാർശകൾ അനവധി നൽകിയിട്ടുണ്ട് സർക്കാരിന്. എന്നിട്ടും നടപടികൾ എങ്ങുമെത്താതെ തുടരുകയാണ്. സൗകര്യങ്ങളുടെ കുറവിൽ വീർപ്പ് മുട്ടുകയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ്. ജില്ലാ ആശുപത്രി എന്ന പേര് മാറ്റി മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതൊഴിച്ചാൽ മറ്റൊരു അടിസ്ഥാന സൗകര്യ വികസനവും ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണ്ടത് കാര്യക്ഷമമായ നടപടികളാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മെഡിക്കൽ കോളേജാണത്. അക്കാര്യങ്ങളിലൊക്കെ അടിയന്തര പരിഹാരം വേണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ എത്തുന്ന ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ ഇപ്പം ഈ പുതിയ ബ്ലോക്കിൽ താമസിച്ചാൽ 5 സ്റ്റാർ റിസോർട്ടിലെ രോഗികൾ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഫീലാണ്. കാരണം ഈ വെള്ളച്ചാട്ടവും വെള്ളത്തിൽ നീന്തി കുളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം കൂടി ഇതിലിപ്പം ഈ ശോചനാവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇനി മോർച്ചറിയുടെ ഭാഗം നോക്കിയാൽ ആ ഭാഗം റോഡ് പോലും നല്ല രീതിയിലില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ പൈശാചികവും ദ്രോഹമാണ് ജനങ്ങളോട്, രോഗികളോട് ഈ ഗവൺമെൻറ്റും ഈ ആരോഗ്യവകുപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം
നിലനിൽക്കുകയാണ്. നമ്മളിത് നിരന്തരം ഇതിൻ്റെ തുടക്കം മുതലേ ഇതിന് പറയുന്നുണ്ട്. കരാറുകാരനും ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകളുടെ ഒത്തുകളിയുടെ ഭാഗമാണ് ഈ ബിൽഡിങ്ങിന് ചോരുന്നത്. ചോർച്ച മാത്രമല്ല, ഇതിൻ്റെ 2ാം നിലയിൽ പിന്നെ കക്കൂസ് ടാങ്ക് പൊട്ടി ഒലിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും. മുമ്പേ പരാതി കൊടുക്കുകയൊക്കെ പറഞ്ഞതാണ്. എത്ര പറഞ്ഞാലും ഇത് പരിഹരിക്കില്ല എന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകർത്താക്കളുടെയും ഒരു കടുംവാശിയാണ് ഈ ശോചനീയാവസ്ഥയിൽ നിലനിന്നു പോകുന്നത്. അപ്പോൾ അടിയന്തര പരിഹാരം ആവശ്യപ്പെടുകയാണ്. പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ബീനാസി പറയുന്ന അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എത്രയും വേഗം എന്ന് പറയുന്നുണ്ട്. ആശ പറയുന്നത് ഞങ്ങൾക്ക് വയനാട്ടുകാരുടെ ഒരു ഗതികേട്, വയനാട്ടിൽ നിന്ന് കോഴിക്കോട് പോയാലും ഗതികേട് എന്നാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് പ്രേക്ഷകരും പ്രകടിപ്പിക്കുന്നത്.